എല്ലാവർക്കും ഈസി സോഷ്യോ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി BA സോഷ്യോളജി സെക്കൻഡ് സെമസ്റ്ററിലെ സോഷ്യോളജി ഇൻ ഇന്ത്യ എന്ന ടെക്സ്റ്റിലെ ബ്ലോക്ക് 3 ആണ്. അതായത് സ്ട്രക്ചറൽ ഫങ്ഷണലിസം എന്നാണ് ഈ ബ്ലോക്കിൻ്റെ പേര്. അതിൽ നമുക്ക് 2 യൂണിറ്റ് ഉണ്ട്. MN ശ്രീനിവാസനെ കുറിച്ച് ഡിസൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ യൂണിറ്റ് 1 MN ശ്രീനിവാസനെ കുറിച്ച്. അതിൽ തന്നെ അദ്ദേഹത്തിൻ്റെ സാൻസ്ക്രിറ്റൈസേഷൻ എന്ന് പറഞ്ഞ ഒരു കൺസെപ്റ്റ്, ഒരു ഡോമിനൻ്റ് കാസ്റ്റ് എന്ന് പറഞ്ഞ ഈ 2 കൺസെപ്റ്റാണ് നമുക്കിതിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ ഡിസ്കഷനിലേക്ക് നമ്മൾ പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ എനാബിൾ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിന്, നിങ്ങളുടെ കൂടെ ഈ ഇത് പഠിക്കുന്ന ഫ്രണ്ട്സിന് ഈ ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കുക. ബ്ലോക്ക് 3 സ്ട്രക്ചറൽ ഫങ്ഷണലിസം. യൂണിറ്റ് 1 നമ്മൾ സ്ട്രക്ചറൽ ഫങ്ഷണലിസത്തെ കുറിച്ച് അതിൻ്റെ ഒരു ബേസിക് കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറയുന്നുണ്ട്. ഈ നമ്മുടെ ടെക്സ്റ്റിൽ അത് കൊടുത്തിട്ടുണ്ട്, സ്ട്രക്ചറൽ ഫങ്ഷണലിസം. സോഷ്യോളജിയിൽ സ്ട്രക്ചറൽ ഫങ്ഷണലിസം ഇതിൻ്റെ മുമ്പും നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. സ്ട്രക്ചറലിസം എന്ന് പറഞ്ഞ തിയറി ഉണ്ട്, ഫങ്ഷണലിസം എന്ന് പറഞ്ഞ തിയറി ഉണ്ട്. സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ സൊസൈറ്റി നമ്മളൊരു ബിൽഡിങ്ങുമായിട്ട് താരതമ്യപ്പെടുത്തുക. ബിൽഡിങ്ങിൽ വ്യത്യസ്ത സ്ട്രക്ചറുകളുണ്ട്. മുകളിൽ റൂഫുണ്ട്, താഴെ ഫ്ലോറുണ്ട്, വിൻഡോ ഉണ്ട് നടുവിൽ. അപ്പോൾ ഇങ്ങനെ ഒരു സ്ട്രക്ചർ. ഇതുപോലെ സൊസൈറ്റിയിൽ കുറേ ഉയർന്ന ജാതി, താഴ്ന്ന ജാതി, മുതലാളി വർഗം, തൊഴിലാളി വർഗം, ജെൻഡർ എടുത്ത് ഇങ്ങനെയൊക്കെ പല പല കാറ്റഗറി ഉണ്ട്. അങ്ങനെ സ്ട്രക്ചറലിസ്റ്റുകൾ അതിനെ ആ സൊസൈറ്റിയെ നോക്കി കാണുന്ന രീതി. ഫങ്ഷണലിസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മളൊരു ഓർഗാനിസം, ഒരു ജീവിയുമായിട്ട്, ഒരു മനുഷ്യരായിട്ട് നമ്മൾ സങ്കല്പിക്കാം. നമുക്ക് ഒരുപാട് അവയവങ്ങളുണ്ട്, ഓർഗാൻസ് ഉണ്ട്. ഇതിനൊക്കെ ഓരോ ഫങ്ഷൻ ഉണ്ട്. കണ്ണിന് കാണുന്നു, കൈ കൊണ്ട് നമ്മൾ പിടിക്കുന്നു, വായ കൊണ്ട് നമ്മൾ ഭക്ഷിക്കുന്നു, ഇങ്ങനെ പല സംസാരിക്കുന്നു, വായ കൊണ്ട്, ഇങ്ങനെയൊക്കെയുള്ള ഫങ്ഷൻസ് ഉണ്ട്. ഇന്നതുപോലെ സൊസൈറ്റിയിൽ വ്യത്യസ്ത ഓർഗാൻസ് ഉണ്ട്, വ്യത്യസ്ത ക്ലാസ്, കാസ്റ്റ്, ജെൻഡർ, ഇങ്ങനെ പല. അത് ഓരോരുത്തരും അവരുടേതായ ഫങ്ഷൻ. ഇതാണ് സ്ട്രക്ചറലിസം, ഫങ്ഷണലിസം. നമ്മൾ ഈ ഒരു ബ്ലോക്കിൽ സ്ട്രക്ചറൽ ഫങ്ഷണലിസ്റ്റ് അപ്രോച്ച്, അതായത് ഇത് രണ്ടും കൂടി ചേർത്തിട്ടുള്ള ഒരു കാഴ്ചപ്പാട്. അതാണ് MN ശ്രീനിവാസനൊക്കെ അദ്ദേഹത്തിൻ്റെ സോഷ്യോളജിക്കൽ സ്റ്റഡിയിൽ ഫോളോ ചെയ്തിരുന്നത്. അതാണ് നമ്മളൊന്ന് നോക്കുന്നത്. സ്ട്രക്ചറൽ ഫങ്ഷണലിസ്റ്റുകൾ ഫോക്കസ് ഓൺ സോഷ്യൽ ഓർഡർ. സൊസൈറ്റിയിലൊരു കൃത്യമായിട്ടുള്ളൊരു ക്രമം വേണം എന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ ആ ക്രമം ഉണ്ടാവണമെങ്കിൽ അത് ഏതൊക്കെ രീതിയിലൂടെയാണ് മുന്നോട്ട് പോകുന്നത് എന്നാണ് ഇവർ നോക്കുന്നത്. അപ്പോൾ അവർ പറയുന്നത് ഇതൊരു സിസ്റ്റമാണ്. സൊസൈറ്റി എന്ന് പറഞ്ഞാൽ ഒരു സിസ്റ്റം. അത് നെസസറിലി സെർവ് ദ നീഡ്സ് ഓഫ് ദ ഹോൾ. അത് ഹോളിൻ്റെ മൊത്തത്തിലുള്ളതിൻ്റെ ആവശ്യങ്ങളൊക്കെ അത് പൂർത്തീകരിക്കുന്നു. അപ്പോൾ നമ്മളെ ശരീരത്തിൽ കണ്ണ് ഫങ്ഷൻ ചെയ്യാതിരുന്നാൽ നമുക്ക് കാണാൻ കഴിയില്ലല്ലോ. കാല് ഫങ്ഷൻ, ഒരു വികലാംഗനാണെങ്കിൽ അയാൾക്ക് നടക്കുക എന്നതുപോലെ സൊസൈറ്റിയിൽ വ്യത്യസ്ത ഫങ്ഷൻ നിർവഹിക്കുന്ന വ്യത്യസ്ത കാര്യങ്ങളുണ്ട്. ക്ലാസ്, കാസ്റ്റ്, ജെൻഡർ, ഇതൊക്കെ ഇതിൻ്റേതായ ഫങ്ഷൻ നിർവഹിക്കുക. അങ്ങനെ സൊസൈറ്റി മുന്നോട്ട് പോവുകയും ചെയ്യുന്നു എന്നാണ് ഇവർ പറയുന്നത്. ഈ കൺസെപ്റ്റ് ശരിക്കും ബയോളജിയിൽ നിന്ന് ബോറോഡ് ഫ്രം ബയോളജിയിൽ നിന്നാണ് ഈ ഒരു കൺസെപ്റ്റ് വരുന്നത്. അതൊരു ഓർഗാനിസത്തോടാണ്, നമ്മൾ നേരത്തെ ജീവികളോടാണ്. ഒരു ജീവി, മനുഷ്യനായാലും മറ്റു ജീവികൾ, വ്യത്യസ്ത സെല്ലുകൾ, കോശങ്ങളിലൂടെ ഉണ്ടായതാണല്ലോ. എന്നതുപോലെ സൊസൈറ്റിയുടെ വ്യത്യസ്ത കോശങ്ങളാണ് ഈ പറഞ്ഞ വ്യത്യസ്ത സോഷ്യൽ ഗ്രൂപ്പ്. ഇപ്പോൾ ഫാമിലി ആണെങ്കിലും അങ്ങനെ വ്യത്യസ്ത ഗ്രൂപ്പുകൾ, ക്ലാസ്, കാസ്റ്റ്, ഇതൊക്കെ വ്യത്യസ്ത സെല്ലുകൾ. ഈ സെല്ലുകളൊക്കെ കൂടി ചേർന്നതാണ് സൊസൈറ്റി എന്നാണ് ഇവർ പറയുന്നത്. ഇത് ഹെർബർട്ട് സ്പെൻസറാണ് ശരിക്ക് ഈ ഒരു ഓർഗാനിസത്തോടൊക്കെ കമ്പയർ ചെയ്യുന്നതിൻ്റെ, അത് ഓർഗാനിക് അനലോജി എന്ന് പറഞ്ഞിട്ട് ഒരു കൺസെപ്റ്റായിട്ട് തന്നെ അദ്ദേഹം പറയുന്നുണ്ട്. ഓർഗാനിക് അനലോജി പറഞ്ഞാൽ ജീവികളോട് അനലോജി എന്ന് പറഞ്ഞാൽ സാദൃശ്യപ്പെടുത്തുക, സൊസൈറ്റിയെ താരതമ്യം ചെയ്യുക എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ സൊസൈറ്റി എന്ന് പറയുന്നത് വ്യത്യസ്ത സ്റ്റേജുകളിലൂടെ കടന്നു പോവാണ്. ഇൻഫാൻസി, ചൈൽഡ്ഹുഡ്, അഡൽട്ട്ഹുഡ്, ഓൾഡ് ഏജ്. ഇപ്പോൾ ഒരു മനുഷ്യർക്ക് വ്യത്യസ്ത സ്റ്റേജുകളുണ്ടല്ലോ. അതായത് ഒരു കുട്ടിക്കാലം, ഇൻഫാൻസി, ശൈശവദശ, പിന്നെ ചൈൽഡ്ഹുഡ്, കുട്ടിക്കാലം, പിന്നെ അഡൽട്ട്ഹുഡ്, പ്രായപൂർത്തി ആയത്, പിന്നെ ഓൾഡ് ഏജ്, വാർദ്ധ. ഇതുപോലെ തന്നെയാണ് സമൂഹം. ഏതൊരു സമൂഹവും, അത് ചില സമൂഹം തീരെ വികസിച്ചിട്ടുണ്ടാവില്ല, അവരൊരു ഇൻഫാൻസിലാണ്, കുറച്ചൊക്കെ വികസിച്ചത് ഉണ്ടായിരിക്കും, നന്നായി ഡെവലപ്ഡ് ആയി. ചിലത് ഡെവലപ്മെൻറ്റും കഴിഞ്ഞ് ഡീക്കേയിങ്, നാശത്തിൻ്റെ ഒരു വക്കിലേക്കൊക്കെ എത്തി ചില സമൂഹമൊക്കെ നശിച്ചു പോകുന്നത്. അപ്പോൾ ഇങ്ങനെ സൊസൈറ്റി നോക്കി കണ്ടതാണ് ഹെർബർട്ട് സ്പെൻസർ എന്ന് പറഞ്ഞ ഒരു ചിന്തകൻ. ഈ സ്പെൻസറിൻ്റെ ചിന്ത അത് എമിലി ഡർക്കെയിമും റാഡ്ക്ലിഫ് ബ്രൗണും ചേർന്ന് ഡെവലപ്പ് ചെയ്ത് മറ്റൊരു രീതിയിലേക്ക് കൊണ്ടുവന്നു. അങ്ങനെയാണ് സ്ട്രക്ചറൽ ഫങ്ഷണലിസ്റ്റ് അപ്രോച്ച് എന്ന് പറഞ്ഞ ഒരു അപ്രോച്ച് സോഷ്യോളജിയിൽ വരുന്നത്. ഈ
These structures fulfill definite function which maintain society as a whole. Individual is not important and can be replaced. നമ്മളൊരു സൊസൈറ്റി എടുത്താൽ അവിടെ ഒരു ഇൻഡിവിജ്വൽ, ഒരു വ്യക്തിക്ക് പ്രാധാന്യമില്ല. കാരണം ഒരു സൊസൈറ്റി എന്ന് പറഞ്ഞാൽ ഒരുപാട് ഇൻഡിവിജ്വൽസും ഗ്രൂപ്പുകളും കൂടി ഉണ്ടാകുന്ന ഒരു സാധനമാണ് സൊസൈറ്റി. അപ്പോൾ ഒരു വ്യക്തി ചിലപ്പോൾ ജനിക്കാം, മരിക്കാം, അയാൾ പോകാം. പക്ഷെ അതൊന്നും ഇവിടെ വിഷയമല്ല എന്ന് പറഞ്ഞാൽ സോഷ്യോളജിസ്റ്റുകൾ നോക്കി സൊസൈറ്റിയെ നോക്കിക്കാണുന്ന രീതിയിലുണ്ടോ. ഇപ്പം വ്യക്തിയല്ല ഇവിടെ പ്രധാനം, ഒരു സൊസൈറ്റിയെയാണ് ഇവർ നോക്കിക്കാണുന്നത്. ബ്രോണിസ്ലോ മാലിനോസ്കി എന്ന് പറഞ്ഞ സോഷ്യോളജിസ്റ്റ് ഉണ്ടായിരുന്നു. അദ്ദേഹം കൾച്ചറൽ ഫങ്ഷൻസിനെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. അദ്ദേഹം പറയുന്നത് കൾച്ചറൽ ഫങ്ഷൻ ഈസ് എ വേ ടു മെയിൻറ്റെയിൻ ബയോളജിക്കൽ നീഡ്സ് ഓഫ് ഇൻഡിവിജ്വൽസ്. ഒരു സമൂഹത്തിലെ ഒരു വ്യക്തിയുടെ ബയോളജിക്കൽ നീഡ്, നമ്മുടെ ജീവശാസ്ത്രപരമായിട്ടുള്ള നീഡ്സിനെ ഫുൾഫിൽ ചെയ്യുന്ന, അതിനെ പൂർത്തീകരിക്കുന്ന ഫങ്ഷൻസാണ് കൾച്ചറൽ ഫങ്ഷൻസ്. കൾച്ചറൽ ഫങ്ഷൻസ് ഇപ്പോൾ ഓരോരുത്തരും ഓരോ കൾച്ചറിൻ്റെ ഭാഗമായിരിക്കും. കൾച്ചറിൻ്റെ ഭാഗമായിട്ട് നമുക്ക് മതം, ഭാഷ, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മുടെ വേഷവിധാനം, നമ്മുടെ ഭക്ഷണ രീതി, ഇതൊക്കെ ശരിക്കും ഇത് നമ്മുടെ ഒരു ബയോളജിക്കൽ നീഡ്. നമുക്ക് വിശക്കുമ്പോൾ ഭക്ഷണം കഴിക്കണം എന്നുള്ള പോലെ കിട്ടേണ്ട ഒരു സാധനമാണ് ഈ കൾച്ചറൽ നീഡ്സ് എന്നാണ് ബ്രോണിസ്ലോ മാലിനോസ്കി പറയുന്നത്. അദ്ദേഹം പറയുന്നത് കൾച്ചർ ഈസ് അണ്ടർസ്റ്റുഡ് ത്രൂ ദ ഇന്റർ റിലേഷൻഷിപ്പ് ഓഫ് ഇറ്റ്സ് കോമ്പണൻസ് ലൈക്ക് ലാംഗ്വേജ്, വാല്യൂസ്, ബിലീഫ്സ്, നോംസ്, ആർട്ടിഫാക്ട്സ്, ലോസ്. ഒരു കൾച്ചറിൻ്റെ വ്യത്യസ്ത ഘടകങ്ങളാണ് ഭാഷ, ലാംഗ്വേജ്, മൂല്യങ്ങൾ, വിശ്വാസം, നമ്മൾ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ, നമ്മളുടെ സമൂഹത്തിലുള്ള നിയമങ്ങൾ, ഇതൊക്കെ കൂടി ചേർന്നാണല്ലോ സംസ്കാരം. അപ്പോൾ ആ സംസ്കാരത്തിൻ്റെ പരസ്പര ബന്ധത്തെ നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് നമുക്കൊരു സമൂഹത്തെ മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നാണ് ബ്രോണിസ്ലോ മാലിനോസ്കി പറഞ്ഞത്. റാഡ്ക്ലിഫ് ബ്രൗൺ എന്ന് പറഞ്ഞ സോഷ്യോളജിസ്റ്റ്, അദ്ദേഹം സോഷ്യൽ സ്ട്രക്ചറിലാണ് ഫോക്കസ് ചെയ്തത്. അദ്ദേഹം സ്ട്രക്ചറൽ ഫങ്ഷൻസം എന്നൊരു ആശയത്തെ മുറുകെ പിടിച്ച് സോഷ്യോളജിക്കൽ പഠനം മുന്നോട്ട് കൊണ്ടുപോയ ആളാണ്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം സോഷ്യൽ സ്ട്രക്ചേഴ്സ് ആർ അറേഞ്ച്മെൻറ്റ്സ് ഓഫ് ഇൻഡിവിജ്വൽസ് ലൈക്ക് ക്ലാസ്, കാസ്റ്റ്, ഫാമിലി. സോഷ്യൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വൽസിൻ്റെ ഒരു സംവിധാനമാണ്. അതിൽ ക്ലാസ്സുകളുണ്ട്, കാസ്റ്റ് ഉണ്ട്, ഫാമിലി. അപ്പോൾ ഒരാൾ വ്യത്യസ്ത ക്ലാസ്സിൽപ്പെട്ട ആളാവാം, വ്യത്യസ്ത ജാതിയിൽപ്പെട്ട ആളാവാം, വ്യത്യസ്ത കുടുംബങ്ങളിലും മതങ്ങളിലൊക്കെ പെട്ട ആകാം. പക്ഷേ ഇവരൊക്കെ കൂടി ചേർന്നുണ്ടാക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ നമ്മൾ സൊസൈറ്റിയെ പഠിക്കുമ്പോൾ ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം സൊസൈറ്റിയെ സമഗ്രമായി മനസ്സിലാക്കാം എന്നാണ് ഇദ്ദേഹം പറയുകയും അത് സ്ട്രക്ചറൽ ഫങ്ഷണലിസം എന്നൊരാശയമായിട്ട് ഇദ്ദേഹം വികസിപ്പിക്കുകയും ചെയ്തത്. ഈ സ്ട്രക്ചറൽ ഫങ്ഷനിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം സൊസൈറ്റി എന്ന് പറഞ്ഞ ഒരു ബയോളജിക്കൽ സിസ്റ്റം പോലെയാണ്. ജീവശാസ്ത്രമായിട്ടുള്ള ഒരു സിസ്റ്റം എന്ന് പറയുമ്പോൾ നമ്മൾ ഡൈജസ്റ്റീവ് സിസ്റ്റം ഉണ്ട്, നമ്മുടെ ദഹന വ്യവസ്ഥ. ആ ദഹന വ്യവസ്ഥയിൽ എന്തുണ്ട്? സ്റ്റൊമക്ക് ഉണ്ട്, മൗത്ത് ഉണ്ട്, ഇൻഡസ്റ്റ് ഉണ്ട്. അതായത് ആമാശയം, നമ്മുടെ വായ, നമ്മുടെ ചെറുകുടൽ, വൻകുടൽ, ഇതൊക്കെ കൂടി ചേർന്നാണല്ലോ ഡൈജസ്റ്റീവ് സിസ്റ്റം, ദഹന വ്യവസ്ഥ. എന്നതുപോലെ തന്നെ സമൂഹത്തിൽ വ്യത്യസ്ത കാസ്റ്റ്, ക്ലാസ്, കാസ്റ്റ്, അങ്ങനെയാണ് സ്ട്രക്ചറൽ ഫങ്ഷനിസ്റ്റുകൾ അങ്ങനെയും ഈ രീതിയെ നോക്കിക്കാണുന്നുണ്ട്. ഇന്ത്യയിൽ സ്ട്രക്ചറൽ ഫങ്ഷൻസ് എന്നുള്ള ഒരു സമീപനം മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട സോഷ്യോളജിസ്റ്റുകളാണ് എം.എൻ. ശ്രീനിവാസ്, എസ്.സി. ഡ്യൂബെ, മെക്കിങ് മെരിയറ്റ് എന്നിവർ. അവരെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലെ കാസ്റ്റ് പോലത്തെ വ്യത്യസ്ത സ്ഥാപനങ്ങളുണ്ടല്ലോ, കാസ്റ്റ് എന്നുള്ളത് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനാണല്ലോ, ഇതുപോലത്തെ സ്ഥാപനങ്ങളാണ് ഇന്ത്യയുടെ സോഷ്യൽ സ്ട്രക്ചറിനെ തീരുമാനിക്കുന്നത്. അപ്പോൾ ഇന്ത്യയുടെ സോഷ്യൽ സ്ട്രക്ചർ എടുത്താൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി ജാതി എന്നുള്ളത് വലിയ പ്രാധാന്യം അറിയിക്കുന്ന ഒന്നായിട്ട് മനസ്സിലാക്കാൻ കഴിയും. പക്ഷേ 3.1.2 ഈ ചാപ്റ്ററിലെ നമുക്ക് 3.1.2 എന്ന് പറഞ്ഞിട്ടൊരു സബ് ഹെഡിങ് നമുക്ക് കാണാൻ കഴിയും. അത് എം.എൻ. ശ്രീനിവാസനെ കുറിച്ചിട്ട് പറയുന്നതാണ്. എം.എൻ. ശ്രീനിവാസൻ, അദ്ദേഹം ഒരു പ്രമുഖ ഇന്ത്യൻ സോഷ്യോളജിസ്റ്റ് ആയിരുന്നു. അദ്ദേഹം ഇന്ത്യൻ സൊസൈറ്റിയെ മനസ്സിലാക്കാൻ ഒരുപാട് കോൺട്രിബ്യൂഷൻ കൊടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് കാസ്റ്റ് സിസ്റ്റം, വില്ലേജ് കമ്മ്യൂണിറ്റി, സോഷ്യൽ ചേഞ്ച്, ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഏരിയ. ജാതി വ്യവസ്ഥയെക്കുറിച്ച് ഇദ്ദേഹം പഠിക്കുകയും ഒരുപാട് ഗ്രന്ഥങ്ങൾ രചിക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ വില്ലേജ് കമ്മ്യൂണിറ്റീസ്, നമ്മുടെ ഗ്രാമങ്ങൾക്ക് എന്ത് സംഭവിക്കുന്നു, അവിടെ ഉണ്ടാകുന്ന സോഷ്യൽ ചേഞ്ചുകൾ, എന്തൊക്കെ മാറ്റങ്ങളാണ്, മോഡേണൈസേഷനാണ്, വെസ്റ്റേണൈസേഷനാണ് നടക്കുന്നതെന്നൊക്കെ ഇദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഇദ്ദേഹം 1916 കർണാടകയിലെ മൈസൂർ എന്ന ഗ്രാമത്തിലാണ് ജനിക്കുന്നത്. ഇദ്ദേഹം മൈസൂർ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചു. അങ്ങനെ സോഷ്യോളജിയിൽ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തു. അങ്ങനെ അദ്ദേഹം പിന്നെ യൂണിവേഴ്സിറ്റി ഓഫ് ബോംബെയിലും ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലൊക്കെ പഠനം നടത്തുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ മെൻറ്റർ G.S. ഗുറിയ ആയിരുന്നു. G.S. ഗുറിയ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഒരു സോഷ്യോളജിസ്റ്റ് ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ കീഴിലാണ് അദ്ദേഹം പഠനം നടത്തിയത്. പിന്നെ ഇങ്ങനെ വിദേശത്ത് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലൊക്കെ പഠിക്കാൻ പോയ സമയത്ത് ഇദ്ദേഹത്തെ റാഡ്ക്ലിഫ് ബ്രൗൺ, ഇവാൻ സ്പിച്ചാർഡ്, അവരൊക്കെ ഇദ്ദേഹത്തെ അവരുടെയൊക്കെ ഇവാൻ സ്പിച്ചാർഡിൻ്റെയും റാഡ്ക്ലിഫ് ബ്രൗണിൻ്റെയൊക്കെ ശിഷ്യത്വം ഇദ്ദേഹം സ്വീകരിക്കുന്നതായിട്ട് കാണാൻ കഴിയും.
Srinivasan was influenced by both Indian and Western tradition in sociology. സോഷ്യോളജിക്ക് ഒരു ഇന്ത്യൻ പാരമ്പര്യമുണ്ട്, അതിലും ഒരു വെസ്റ്റേൺ പാരമ്പര്യം, രണ്ടിലും ഇദ്ദേഹം ഇൻഫ്ലുവൻസർ ആയിരുന്നു. അതായത് രണ്ടിലും ഇദ്ദേഹം അവഗാഹം നേടിയിട്ടുണ്ട്. ഇന്ത്യയിലും അദ്ദേഹം GS കുര്യനെ പോലത്തെ ഇന്ത്യൻ സോഷ്യോളജിസ്റ്റുകളുടെ കീഴിലും പഠിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഓക്സ്ഫോർഡിലും അവിടെ വെസ്റ്റേൺ സോഷ്യോളജിസ്റ്റുകളുടെ കീഴിലും. അപ്പോൾ രണ്ട് ട്രഡീഷൻസും ഇദ്ദേഹത്തെ ഇൻഫ്ലുവൻസ് ചെയ്തതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ശ്രീനിവാസ് വെസ്റ്റേൺ സോഷ്യോളജിക്കൽ തിയറീനെ ഇന്ത്യൻ എംപെരിക്കൽ റിയാലിറ്റിയുമായിട്ട്, ഇന്ത്യയിലെ ഓരോ ഗ്രാമങ്ങളിലും നടക്കുന്ന യാഥാർത്ഥ്യങ്ങളുമായിട്ട് ബന്ധിപ്പിക്കുന്നതിൽ അദ്ദേഹം വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. അപ്പോൾ വെസ്റ്റേൺ ഓക്സ്ഫോർഡിലൊക്കെ അദ്ദേഹം കിട്ടിയ ആ നോളജ് ബേസ്, അവിടുത്തെ തിയററ്റിക്കൽ ബാക്ക്ഗ്രൗണ്ടിലൂടെ ഇന്ത്യൻ സമൂഹത്തെ അദ്ദേഹം നോക്കിക്കണ്ടു എന്നാണ് അദ്ദേഹത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട വർക്കുകൾ, അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങൾ, ഒന്ന് റിലീജൻ ആൻഡ് സൊസൈറ്റി എമംഗ് കൂർഗ്സ് ഓഫ് സൗത്ത് ഇന്ത്യ. കൂർഗ്സ് എന്ന് പറഞ്ഞാൽ COORGS, കൂർഗ് എന്ന് പറഞ്ഞാൽ കർണാടകയിലെ മൈസൂരിലെ ഒരു ഗ്രാമമാണ്. അത് അവിടെയാണ് ഇദ്ദേഹം ഫീൽഡ് വർക്ക് നടത്തി അവിടെ നടക്കുന്ന മാറ്റങ്ങളൊക്കെ കുറിച്ചിട്ടൊക്കെ പഠിച്ചത്. അത് ഇദ്ദേഹം ഒരു പുസ്തകമാക്കി എഴുതിയതാണ്, റിലീജൻ ആൻഡ് സൊസൈറ്റി എമംഗ് ദ കൂർഗ്സ് ഓഫ് സൗത്ത് ഇന്ത്യ. 1952 അത് പബ്ലിഷ് ചെയ്തത്. പിന്നെ അദ്ദേഹത്തിൻ്റെ മറ്റൊരു ഗ്രന്ഥമാണ് കാസ്റ്റ് ഇൻ മോഡേൺ ഇന്ത്യ ആൻഡ് അതർ എസ്സേസ്. 1962 അത് പബ്ലിഷ് ചെയ്തത്. പിന്നെ അദ്ദേഹത്തിൻ്റെ മറ്റൊരു ഗ്രന്ഥമാണ് ദ റിമെമ്പേർഡ് വില്ലേജ് എന്ന് പറഞ്ഞിട്ടൊരു ഗ്രന്ഥം. അത് 1976 അത് പബ്ലിഷ് ചെയ്തത്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ബ്ലോക്ക് 3 യൂണിറ്റ് 1 MN ശ്രീനിവാസൻ്റെ ഇതിലെ പാർട്ട് 1. ഇനി പാർട്ട് 2 ആയിട്ട് നമ്മൾ മറ്റൊരു വീഡിയോയിൽ ഇദ്ദേഹത്തിൻ്റെ സാൻസ്ക്രിറ്റൈസേഷൻ എന്നുള്ളൊരു കൺസെപ്റ്റും പിന്നെ ഡോമിനൻ്റ് കാസ്റ്റ് എന്ന് പറഞ്ഞ ഈ രണ്ട് കൺസെപ്റ്റും നമുക്ക് പാർട്ട് 2 വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു.